ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ബയോളജി ചാപ്റ്റർ ആയിട്ടുള്ള ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഫുഡിന്റെ പ്രൊഡക്ഷൻ, എങ്ങനെയാണ് ആ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ മാനേജ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ക്രോപ്സിന്റെ പ്രൊഡക്ഷൻ ആണ് അല്ലെ. ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ഫോം ഓഫ് ഫുഡ്. അതിന് നമ്മൾ എങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനുശേഷം അതിനെ എങ്ങനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നു, അങ്ങനെ കുറച്ച് സിമ്പിൾ സ്റ്റെപ്പുകളും കാര്യങ്ങളുമാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ക്രോപ്പ് എന്ന് പറഞ്ഞാല്? ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോപ്പ് എന്ന് പറഞ്ഞാല് ഒരു ലാർജ് ഏരിയയിൽ ഒരേ സമയം കൾട്ടിവേറ്റ് ചെയ്യുന്ന വൺ കൈൻഡ് ഓഫ് പ്ലാന്റ്. അതായത് അത് ഒരൊറ്റ തരത്തിലുള്ള എന്തായിരിക്കും? ചെടിയായിരിക്കും. അത് നമ്മളൊരു ലാർജ് ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിൽ, വലിയ തോതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരേ സമയം പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. അവിടെ ഒരിക്കലും രണ്ട് ഡിഫറെന്റ് ചെടികൾ നമ്മൾ എന്ത് ചെയ്യില്ല? വളർത്തില്ല. അവിടെ ഒരൊറ്റ കൈൻഡ്, ഇപ്പൊ നമ്മൾ തെങ്ങാണെങ്കിൽ തെങ്ങ് മാത്രം, നെല്ലാണെങ്കിൽ നെല്ല് മാത്രം, അങ്ങനെ വളർത്തുന്ന ചെടികളെയാണ് നമ്മൾ ക്രോപ്പ് എന്ന് വിളിക്കുക. എന്താണ് ക്രോപ്പ് എന്ന് പറഞ്ഞാല്? ക്രോപ്പ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഓഫ് സെയിം കൈൻഡ്, ഒരേ ടൈപ്പിലുള്ള പ്ലാന്റുകൾ, ഒരേ തരത്തിലുള്ള പ്ലാന്റുകൾ, കൾട്ടിവേറ്റഡ് അറ്റ് വൺ പ്ലേസ് ഓൺ ലാർജ് സ്കെയിൽ. ഒരൊറ്റ സ്ഥലത്ത് വലിയ തോതിൽ, വലിയ സ്കെയിൽ എന്ന് വെച്ചാല് വലിയ എന്താ പറയാ, ഒരുപാട് എമൗണ്ട് വളർത്തുന്ന ചെടികളെയാണ് നമ്മൾ ക്രോപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് വീറ്റ് എടുക്കാം, പാഡി എടുക്കാം. ഇതെല്ലാം നമ്മൾ എങ്ങനെയാ വളർത്തുക? ഒരു വലിയ ഏരിയയിലാണല്ലേ വളർത്തുക. നിങ്ങൾ കണ്ടിട്ടില്ലേ? നെൽപ്പാടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? പിന്നെ നമ്മൾ ടിവിയിലൊക്കെ ആയിട്ട് സൂര്യകാന്തി പാടങ്ങൾ കണ്ടിട്ടില്ലേ? ഗോതമ്പ് പാടങ്ങൾ, വീറ്റിന്റെ ഫീൽഡ്സ് കണ്ടിട്ടില്ലേ? ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ? അത് വളരുന്ന സ്ഥലത്ത് അത് മാത്രല്ലേ ഉണ്ടാവൂ. അതായത് അതിന്റെ കൂട്ടത്തിൽ അത് മാത്രല്ലേ ഉണ്ടാവൂ. ഒരിക്കലും നമ്മള് നെല്ലും ഗോതമ്പും കൂടെ ഒരുമിച്ച് വളർത്തില്ലല്ലോ. ഒരിക്കലും നമ്മള് നെല്ലിന്റെ കൂട്ടത്തില് തെങ്ങിന്റെ തൈ വെച്ചു കൊടുക്കില്ലല്ലോ. ഇല്ല, നമ്മള് അത് അവരൊറ്റയ്ക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? വളർത്തുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചെടികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ക്രോപ്പ് എന്ന് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? എന്താണ് ക്രോപ്പ് എന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ക്രോപ്പിൽ തന്നെ ഫ്രൂട്ട്സ് വരാം, വെജിറ്റബിൾസ് വരാം, സിറിയൽസ് വരാം, എല്ലാതും വരാം അല്ലെ. അതായത് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഒറ്റയ്ക്ക് മാത്രം വളർത്തുന്ന ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ മുന്തിരി വളർത്തുന്നത് കണ്ടിട്ടില്ലേ ടിവിയിലൊക്കെ? മുന്തിരി മാത്രല്ലേ ഉണ്ടാവൂ. അപ്പൊ അങ്ങനെയുള്ള, പിന്നെ അതുപോലെ ഓറഞ്ചിന്റെ തോട്ടങ്ങൾ, അതൊക്കെ എന്താണ്? ഫ്രൂട്ട്സ് ആണ്. ഇനിയിപ്പോ വെജിറ്റബിൾസ് ആണെങ്കിലോ, നിങ്ങൾ മുളകിൻ്റെത് കണ്ടിട്ടില്ലേ? മുളകിന്റെ പാടങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഇത് ആലോചിച്ച് തന്നെ നമുക്ക് കിട്ടും. അതായത് ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ക്രോപ്പിന്റെ ഡെഫിനിഷൻ കിട്ടും. ലാർജ് സ്കെയിലിൽ ഒരേ സമയം വളർത്തുന്ന ഒറ്റ കൈൻഡ് ചെടി, അത് വൺ കൈൻഡ് ഓഫ് പ്ലാന്റ്, അതാണ് എന്ത്? ക്രോപ്പ് എന്ന് പറഞ്ഞാല്. ഇനി ക്രോപ്പിനെ നമുക്ക് മെയിനായി രണ്ടെണ്ണമായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ക്രോപ്പിനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് എന്ത് ചെയ്യാം? കാറ്റഗറൈസ് ചെയ്യാം. അവയാണ് ഖാരിഫ് ക്രോപ്സും റാബി ക്രോപ്സ്. ഖാരിഫ് ക്രോപ്സ് ആൻഡ് റാബി ക്രോപ്സ്. ഓക്കെ, ഖാരിഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ റെയിനി സീസണിൽ സോ ചെയ്യുന്ന ക്രോപ്പുകളാണ് ഖാരിഫ് ക്രോപ്പ്. റെയിനി സീസണിലാണ് നമ്മൾ എന്ത് ചെയ്യുക? അവരെ നമ്മൾ വിതയ്ക്കുക, അവരെ നമ്മൾ വളർത്തുക. ഓക്കെ, റെയിനി സീസണിലാണ് എന്ത് ചെയ്യുക? നമ്മൾ അവരെ വിതയ്ക്കുക അല്ലെങ്കിൽ വളർത്തുക. ഇനി നമ്മൾ എന്താ പറയാ? SOW. ഓക്കെ, അതാണ് നമ്മള് ഖാരിഫ് ക്രോപ്സിനകത്ത് വരാം. ഓക്കെ, റെയിനി സീസണിൽ വളർത്തുന്ന ക്രോപ്സ് ആണ് ഖാരിഫ് ക്രോപ്സ്. റെയിനി സീസൺ എന്ന് പറയുമ്പോൾ ജൂൺ ടു സെപ്റ്റംബർ. ഓക്കെ, ആ മന്ത്സിൽ, ജൂൺ ടു സെപ്റ്റംബർ, ആ മാസങ്ങളിലാണ് നമ്മൾ ഖാരിഫ് ക്രോപ്സിന് എന്ത് ചെയ്യുന്നത്? വളർത്തുന്നത്. അതിന് എക്സാമ്പിൾ ആരൊക്കെയാണെന്ന് അറിയോ? അതിന് എക്സാമ്പിൾ ആണ് പാഡി, മെയ്സ്, ഗ്രൗണ്ട് നട്ട്, അതൊക്കെയാണ് അതിന് എക്സാമ്പിൾ കേട്ടോ. പാഡി ഉണ്ട്, മെയ്സ് ഉണ്ട്. ഓക്കെ, ഇനി റാബി ക്രോപ്സ് ആണെന്നുണ്ടെങ്കിൽ വിന്റർ സീസണിലാണ് നമ്മൾ എന്ത് ചെയ്യുക? അവരെ വളർത്താം. ഓക്കെ, വിന്റർ സീസണിൽ നമ്മൾ റാബി ക്രോപ്സിന് എന്ത് ചെയ്യും? വിതയ്ക്കും. വിന്റർ സീസൺ എന്ന് പറയുമ്പോൾ ഒക്ടോബർ ടു മാർച്ച്, ആ ഒരു പീരീഡ്.
ക്ലിയർ ആയോ? ഒക്ടോബർ ടു മാർച്ച് ആ ഒരു മാസങ്ങളിലാണ് നമ്മൾ റാബി ക്രോപ്സിനെ വളർത്തുന്നത്. അതിന് എക്സാമ്പിളുകളാണ് വീറ്റ്, മസ്റ്റാർഡ്, ലിൻസീഡ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ക്രോപ്സുകൾ. ഓക്കെ, നമ്മൾ പറഞ്ഞത് 2 കൈൻഡ് ഓഫ് ക്രോപ്പുകൾ ഉണ്ട്. മുഖ്യമായിട്ടും 2 കൈൻഡ് ഓഫ് ക്രോപ്സുകളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ബേസ്ഡ് ഓൺ സീസൺ, ക്ലൈമറ്റ് അതൊക്കെ അനുസരിച്ചിട്ടാണ്. ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലുള്ള കാലാവസ്ഥ അനുസരിച്ചിട്ടാണ് ആ ഒരു കാറ്റഗറൈസേഷൻ. ഓക്കെ, അതിനകത്ത് വരുന്നതാണ് ഖാരിഫ് ക്രോപ്സും റാബി ക്രോപ്സും. ഓക്കെ, ഖാരിഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാല് റെയിനി സീസണിൽ വളർത്തുന്നതാണ്. റാബി ക്രോപ്സ് എന്ന് പറഞ്ഞാല് വിന്റർ സീസണിൽ വളർത്തുന്നതാണ്. ഓക്കെ, ഖാരിഫ് ക്രോപ്സിന് എക്സാമ്പിൾസ് ആരൊക്കെയാണ്? വീറ്റ് ഉണ്ട്, മെയ്സ് ഉണ്ട്. ഇനി റാബി ക്രോപ്സിലാവുമ്പോഴ് അല്ല, വീറ്റ് മെയ്സ് അല്ല, പാഡി ഉണ്ട്, മെയ്സ് ഉണ്ട്. റാബി ക്രോപ്സ് ആവുമ്പോഴോ വീറ്റ് ഉണ്ട്, മസ്റ്റാർഡ് ഉണ്ട്, ലിൻസീഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രോപ്സും ക്രോപ്സിന്റെ ടൈപ്സും. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ എങ്ങനെയാണ് ഒരു ക്രോപ്പിനെ അങ്ങ് വളർത്തുക? അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു ചെടി നടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മള് ആ ചെടി നടാൻ പറ്റിയ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കൂ അല്ലെ? നമ്മുടെ ഗാർഡനിന്റെ അടുത്ത് ഇപ്പൊ നമുക്കൊരു റോസ് ചെടിയാണ് നടേണ്ടത് എന്ന് കരുതാം. റോസ് ചെടി നമുക്ക് എന്ത് ചെയ്യണം? പ്ലാന്റ് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യുക? റോസിന്റെ പ്രത്യേകത എന്താ? നന്നായി വെയിൽ വേണം, എങ്കിലും ഒരുപാട് ഫ്ലവേഴ്സ് അത് തരും. അപ്പൊ നമ്മൾ നല്ല വെയിലുള്ള ഒരു പോർഷന് നമ്മുടെ ഗാർഡന്റെ അടുത്ത് ഗാർഡനിൽ കണ്ടുപിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടുത്തെ മണ്ണെല്ലാം ഒന്ന് ഇളക്കി സോയിലിനെ ഒന്ന് എന്ത് ചെയ്യും? നന്നായിട്ട് ലൂസ് ആക്കും. എന്നിട്ട് അതിൽ നമ്മൾ ചെടി കൊണ്ടുപോയി നടും. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കും, ആവശ്യത്തിന് വളം ഇടും. അപ്പൊ നമുക്ക് ആ റോസ് എന്ത് തരും? ആദ്യം കുറെ ബഡ്സ് തരും, പിന്നെ അതെല്ലാം ബ്ലൂം ചെയ്ത് ഫ്ലവേഴ്സ് തരും. അങ്ങനെയല്ലേ ആ ഒരു പ്രോസസ്സ്? അതായത് നമ്മൾ അതിന് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു പ്രോസസ് ഇല്ലേ? നമുക്ക് നല്ല ഈൽഡ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ ആക്ടിവിറ്റീസ് ഇല്ലേ, അവയെ വിളിക്കുന്ന പേരാണ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. എന്താണ്? അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. അതായത് ഒരു ഫാർമർ അദ്ദേഹത്തിന് നല്ല ക്രോപ്പ് ഈൽഡ് ആൻഡ് പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും ഓൾ ടുഗദർ വിളിക്കുന്ന പേരാണ് എന്ത്? അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. ഓക്കെ, അതാണ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. അപ്പോൾ നമുക്ക് പ്രധാനമായും ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് ഈ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ആണ്. ഈ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് പഠിക്കുന്നതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. മനസ്സിലായോ? ആദ്യം നമ്മൾ ക്രോപ്പ് എന്താ, 2 ടൈപ്പ് ക്രോപ്പ് പഠിച്ചു. അത് കഴിഞ്ഞാൽ മൊത്തം ഈ ചാപ്റ്ററിലുള്ളത് എന്താണ്? ഈ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ആണ്. എന്ന് വെച്ചാല് നമുക്ക് നല്ല ക്രോപ്പ് ഈൽഡ് കിട്ടാനും വേണ്ടി, നല്ല ക്രോപ്പ് ഈൽഡ് ആൻഡ് പ്രൊഡക്ഷൻ കിട്ടാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ. ആ സ്റ്റെപ്പുകൾ അതിനൊരു ഓർഡർ ഉണ്ടാവുമല്ലോ. ആദ്യം തന്നെ പോയിട്ട് നമുക്ക് നല്ല വിള കിട്ടും, നല്ല പ്രൊഡക്ഷൻ കിട്ടും എന്നായിരിക്കില്ല ഒരിക്കലും ആദ്യത്തെ സ്റ്റെപ്പിലെ. അത് നമുക്ക് എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ കറക്റ്റായി ചെയ്ത് വന്നാല് ലാസ്റ്റ് ആണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. അപ്പൊ ആ സ്റ്റെപ്പുകൾ ആ ഒരു ഓർഡറിൽ നമുക്ക് പഠിക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും ആദ്യത്തെ സ്റ്റെപ്പ് കണ്ടാലോ? ആദ്യത്തെ സ്റ്റെപ്പാണ് ടീച്ചർ ഇപ്പൊ പറഞ്ഞ പോലെ പ്രിപ്പറേഷൻ ഓഫ് സോയിൽ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള ആ ഒരു ലാൻഡിലെ സോയിലിനെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് എടുക്കണം. അപ്പൊ നമുക്കറിയാം, നമ്മൾ എക്സാം ഒക്കെ ആകുമ്പോഴേ നമ്മൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യൂലേ? നല്ല രീതിയിൽ എക്സാം എഴുതാനും വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യില്ലേ? എങ്കിലല്ലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ക്രോപ്പിനെ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്യണം. അതിന് മുന്നോടിയായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ക്രോപ്പിനെ പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സോയിലില്ലേ, അതൊന്ന് നന്നായി പ്രിപ്പയർ ചെയ്തെടുക്കണം. അതാണ് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. എന്താ ചെയ്യാന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ കയ്യിൽ ഒരു ഭൂമിന്റെ അവിടെ സോയിൽ ഉണ്ട്. ആ സോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നന്നായിട്ടൊന്ന് ലൂസനിങ്ങും ടേണിങ്ങും ചെയ്തെടുക്കും. എന്ന് വെച്ചാൽ അതൊന്ന് കൊത്തി കിളച്ച് എടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? ഇതിങ്ങനെ ടൈറ്റ് ആയി കിടന്നാലേ നമ്മൾ നടുന്ന വിത്തില്ലേ, നമ്മളൊരു സീഡല്ലേ ആദ്യം നടുക. ചില ചെടികൾക്ക് നമ്മൾ സീഡ് ഇടും അല്ലെ, ചില ചെടികൾ നമ്മൾ കമ്പാണ് കുത്തിവെക്കുക. പല ചെടികൾക്കും പലതാണ് അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ സീഡ് കൺസിഡർ ചെയ്യാം. ആ സീഡ് ഇട്ട് കഴിഞ്ഞാലേ അതിന്റെ റൂട്ടിന് വളർന്ന് താഴോട്ട് പോണ്ടേ. ഇപ്പൊ നല്ല കട്ടിയിലാണ് ആ സോയിൽ ഉള്ളത്, ആ മണ്ണുള്ളത് എന്ന് വെച്ചാലേ അപ്പൊ നല്ല കട്ടിയിലാണ് അവിടുത്തെ മണ്ണ് എന്നുണ്ടെങ്കിലോ
ആ റൂട്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സുഖമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, സുഖമായിട്ട് സോയിലിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോവാനായിട്ട് പറ്റില്ലല്ലോ. ഭയങ്കര കട്ടി, ഭയങ്കര ഉറപ്പാണ് ആണല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും, ആ ചെടി അവിടെ വളരില്ല. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് സോയിലിനൊന്ന് ലൂസൻ ചെയ്ത് കൊടുക്കണം, നന്നായി ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കണം, ഒന്ന് ഇളക്കി മറിച്ച് ഉഴുത് മറിച്ച് അതിനെ ആ ഒരു മണ്ണിനെ നമ്മൾ ഇടണം. ആ ഒരു പ്രോസസ്സാണ് ടില്ലിംഗ് എന്ന് പറഞ്ഞാൽ. ടില്ലിംഗ് എന്താണ്, ടില്ലിംഗ്. ഓക്കെ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് പ്ലവിംഗ്. പ്ലവിംഗ് കിട്ടിയോ? ടില്ലിംഗ് ഓർ പ്ലവിംഗ്. നമ്മൾ ആ സോയിലിനെ നന്നായി ടേൺ ചെയ്ത് ലൂസൺ ചെയ്യുന്ന പ്രോസസ്സാണ് ടില്ലിംഗ് ഓർ പ്ലവിംഗ്. അതാണ് നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് സോയിലിൽ വരുന്ന ഒരു സ്റ്റെപ്പ്. ഇപ്പൊ പ്രിപ്പറേഷൻ ഓഫ് സോയിൽ നമ്മൾ എന്താ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ സോയിലിനെ പ്രിപ്പയർ ചെയ്യുക? ടില്ലിംഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്ലവിംഗ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോയിലിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇത് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ വേറെ എന്തൊക്കെയാണെന്നറിയോ? ഇത് ചെയ്യുമ്പോഴേ ഈ സോയിലിനകത്ത് ഒരുപാട് ന്യൂട്രിയൻസ് ഇല്ലേ, ഒരുപാട് മിനറൽസ് ഇല്ലേ, ഒരുപാട് ഹ്യൂമസ് ഉണ്ട്. അപ്പൊ ഈ ഹ്യൂമസും മിനറൽസും ന്യൂട്രിയൻസ് എല്ലാം കൂടെ എന്ത് ചെയ്യുന്നറിയോ, ഇളകി മറിഞ്ഞ് ടോപ്പ് ലെയർ ഓഫ് സോയിലിലോട്ട് വരും. കാരണം നമ്മളിപ്പോ ഇങ്ങനെ കുഴി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മണ്ണിൽ കുഴി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിന്റെ ഏറ്റവും അടിയിലുള്ള സംഗതികളെല്ലാം മുകളിൽ വരൂലേ, നമ്മളിങ്ങനെ ഉഴുത് മറിക്കുമ്പോഴ്. അങ്ങനെ മറിച്ചു കഴിഞ്ഞാല് ഈ ന്യൂട്രിയൻസും കാര്യങ്ങളെല്ലാം ടോപ്പ് ലെയർ ഓഫ് സോയിലിൽ വരും. നമ്മൾ എല്ലായ്പ്പോഴും സോയിലിന്റെ ടോപ്പിലല്ലേ നമ്മളൊരു പ്ലാന്റ് നടുക. ഒരു പ്ലാന്റ് നമ്മള് സോയിലിന്റെ ടോപ്പിലല്ലേ നടുക. ഒരിക്കലും നമ്മൾ കുഴിയിൽ ഇറക്കി വെക്കില്ലല്ലോ. കുഴിയിൽ നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരുപാട് അടിയിലും ആവില്ലല്ലോ. അല്ല, നമ്മൾ കുറച്ചൊരു ഡെപ്തിൽ കുഴി എടുത്തിട്ടാണ് അവിടെ വിത്തിടുക. അപ്പോ ഈ ടോപ്പ് ഏരിയയിലോട്ട് എല്ലാ ന്യൂട്രിയൻസും വരും. എല്ലാ ന്യൂട്രിയൻസും വന്നു കഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെ ടേൺ ചെയ്യണം അല്ലെ, സോയില് ആകെ ഇളക്കി മറിക്കണം. അപ്പൊ ടോപ്പ് ലെയറിൽ എല്ലാ ന്യൂട്രിയൻസും വന്നു കഴിഞ്ഞാല് ആ പ്ലാന്റിന്റെ ഗ്രോത്തിന് അത് ഒരുപാട് ഗുണം ചെയ്യും. പ്ലാന്റിന്റെ ഗ്രോത്തിന് അത് ഒരുപാട് ഗുണം ചെയ്യും. അങ്ങനെ സോയില് ഭയങ്കരമായിട്ട് റീപ്ലെനിഷ്ഡ് ആവും വിത്ത് ന്യൂട്രിയൻസ്. ഓക്കെ, സോയിൽ എന്താവും, ഭയങ്കരമായിട്ട് റീപ്ലെനിഷ്ഡ് ആവും വിത്ത് ന്യൂട്രിയൻസ്. സോയിലിന് ഒരുപാട് ന്യൂട്രിയൻസ് കിട്ടും. സോയിലിന്റെ ഫെർട്ടിലിറ്റി അങ്ങനെ നന്നായി കൂടും. ഓക്കെ, സോയിലിന്റെ ഫെർട്ടിലിറ്റി എന്ത് ചെയ്യും, നന്നായി കൂടും. പിന്നെ നമുക്കറിയാം സോയിലിനകത്ത് ജീവിക്കുന്ന ഫാമേഴ്സ് ഫ്രണ്ട് ആണ് എർത്ത് വർംസ് ആണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ നന്നായിട്ട് കൊത്തി ഇളക്കി കഴിഞ്ഞാൽ എർത്ത് വേംസിന്റെ പ്രൊഡക്ഷനെയും അത് നന്നായി കൂട്ടും. കാരണം എർത്ത് വേംസിനും അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നന്നായി ജീവിക്കാൻ പറ്റും. എർത്ത് വേംസ് മാത്രമല്ല, മൈക്രോബ്സ് ഉണ്ട്, എർത്ത് വേംസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മൈക്രോബ്സുകൾ ഉണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ആ സോയിലിൽ ജീവിക്കാനായിട്ട് പറ്റും. അപ്പൊ അവരുടെ ഒരു ഗ്രോത്തിനെ ഇങ്ങനെ നമ്മൾ ഇളക്കി മറിക്കുന്നത് വഴി അവിടെ എന്ത് ചെയ്യാൻ പറ്റും, എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവരും നന്നായിട്ട് അവിടെ ജീവിക്കും. അപ്പൊ അത് ഫാമേഴ്സിനും എന്താണ്, നല്ലതാണ്. അവരെന്ത് ചെയ്യുന്ന അറിയോ, സോയിലിനെ നന്നായിട്ട് എയറേറ്റ് ചെയ്യും. എയറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അതിനകത്തുള്ള എയർ കണ്ടന്റുകൾ നന്നായിട്ട് അല്ലെ, നമ്മളിങ്ങനെ ഇളക്കി മറിക്കുമ്പോൾ എന്തുണ്ടാവും, ഈ എർത്ത് വർംസ് ഒക്കെ അതിനകത്ത് നന്നായിട്ട് എയർ ഫില്ല് ചെയ്യും സോയിലിനകത്ത്. അപ്പൊ എന്തിനു നല്ലതാണ്, നമ്മുടെ പ്ലാന്റിന്റെ ഗ്രോത്തിന് വളരെ നല്ലതാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്രോപ്പിന്റെ ഗ്രോത്തിന് വളരെ നല്ലതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ടില്ലിംഗ് ഓർ പ്ലവിംഗ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ. കിട്ടിയോ? ഇനി ഈ ടില്ലിംഗ് അഥവാ പ്ലവിംഗ് ചെയ്യാനായിട്ട് ചില ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ്. എന്താണ് അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ്? അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ് ആണ് പ്ലവ്. ഓക്കെ, പ്ലവ് നിങ്ങൾ ചിലപ്പോ ചില മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില വില്ലേജസിലൊക്കെ പോകുമ്പോൾ നമുക്ക് പ്ലവ് കാണാം. പ്ലവ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കലപ്പ എന്ന് പറയും. നമ്മുടെ മഴു, പിക്കാസ് പോലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പ്ലവ്. അത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല്, ഫാർമർ രണ്ട് കാളകളുടെ കഴുത്തിൽ ഒരു വലിയ ബീം ഇടും. ഒരു വലിയ രണ്ട് കാളകൾ, ഇപ്പൊ ഇത് രണ്ട് കാളകളാണെന്നുണ്ടെങ്കിലേ അവരുടെ കഴുത്തിൽ ആദ്യം നീണ്ട ഒരു മരത്തിന്റെ ഒരു തടി വെക്കും. എന്നിട്ട് അതിന്മേൽ എന്ത് ചെയ്യും, ഈ പ്ലവിനെ എന്ത് ചെയ്യുന്ന അറിയോ, ഈ പ്ലവിനെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യും.
ഓക്കെ, ഇതിപ്പോ 2 കാളകളാണെന്നുണ്ടെങ്കിൽ അവരുടെ കഴുത്തിൽ നീണ്ട ഒരു ബീം ഇടും, വുഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ മരത്തിന്റെ തടി വെച്ച് കെട്ടും. എന്നിട്ട് ആ തടിമേൽ അവരെന്ത് ചെയ്യും, ഫാർമർ എന്ത് ചെയ്യും, ഈ പ്ലവ് ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഈ പ്ലവ് എന്ത് ചെയ്യും, ഇങ്ങനെ ഫിക്സ് ചെയ്യും. എന്നിട്ട് ഫാർമർ ഇവിടെ നിൽക്കും. ഫാർമർ ഇവിടെ നിൽക്കും. അപ്പൊ ഈ ഫാർമർ എന്ത് ചെയ്യും, എന്നിട്ട് ഈ കാളകൾ ഇങ്ങനെ നടത്തിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഈ പ്ലവ് എന്ത് ചെയ്യും, മുന്നോട്ട് പോകുമ്പോ ഈ പ്ലവ് പോയ വഴിയിലെല്ലാം ഈ പ്ലവ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചാല് പോലെ കുഴിയെടുക്കും. മനസ്സിലായോ? അങ്ങനെയാണ് അതിന്റെ ഒരു വർക്കിംഗ് മെക്കാനിസം. നമുക്ക് നോക്കാനുള്ളത് ഈ പ്ലവിന്റെ പാർട്സ് ഏതൊക്കെയുണ്ടെന്നാണ്. പ്ലവിന്റെ പാർട്ട് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 2 പാർട്ടാണ് ഉള്ളത്. ഒന്ന് പ്ലവ് ഉണ്ടാക്കിയിട്ടുള്ള, അതായത് ഈ ബീമിലോട്ട് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഒരു പോർഷൻ ഇല്ലേ, അത് ഉണ്ടാക്കിയിട്ടുള്ളത് വുഡ് ആയിട്ടാണ്. ഒരു ലോങ് റോഡ് ഓഫ് വുഡ് ആണ് ആ ഒരു പാർട്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പ്ലവ് ഷാഫ്റ്റ്. ഇനി ആ പ്ലവ് ഷാഫ്റ്റിന്റെ ഒരറ്റത്ത് അറ്റാച്ച് ചെയ്ത് കാണുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോർഷൻ ആണ് പ്ലവ് ഷെയർ. ഓക്കെ, കിട്ടിയോ? അതാണ് പ്ലവ് ഷെയർ. അത് അയേൺ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വെച്ചാണ് നമ്മൾ ഭൂമിയിൽ എന്ത് ചെയ്യുന്നത്, കുഴി ഫോം ചെയ്യുന്നത്. ഈ കാള നടക്കുന്ന സമയത്ത് മണ്ണില് ഇങ്ങനെ ചാലുകൾ പോലെ കുഴികൾ ഫോം ചെയ്യുന്നത് ഈ പ്ലവ് ഷെയർ ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായോ? ഈ എന്തിനാണ് ഈ പ്ലവ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ്? സോയിലിന് നന്നായിട്ട് ടേൺ ചെയ്തെടുക്കാനും. അതൊന്നാമത്തത്. പിന്നുണ്ടല്ലോ, ഫെർട്ടിലൈസേഴ്സിനൊക്കെ ആഡ് ചെയ്യാനും വേണ്ടിയിട്ട്. ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വളം. നമ്മുടെ സോയിലിലോട്ട് നല്ല ക്രോപ്പ് ഈൽഡ് കിട്ടാനും വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ന്യൂട്രിയൻസുകളാണ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പോൾ കെമിക്കൽ ന്യൂട്രിയൻസുകളാണ്. ഇപ്പൊ ന്യൂട്രിയൻസിന്റെ രൂപത്തിൽ നമ്മൾ സോയിലിലോട്ട് ആഡ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് ഫെർട്ടിലൈസേഴ്സ്. ആ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുന്നതും എന്ത് വഴി തന്നെയാണ്? പ്ലവ് യൂസ് ചെയ്തിട്ടാണ്. അതായത് പ്ലവ് ഇങ്ങനെ യൂസ് ചെയ്യും, പ്ലവ് ആയിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ കുഴി ഫോം ചെയ്യും, അതിലോട്ട് ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യപ്പെടും ആ കുഴിയിലോട്ട്. അപ്പൊ അങ്ങനെ ഫെർട്ടിലൈസേഴ്സിന് ആഡ് ചെയ്യാനും പ്ലവ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡ്സിനെ റിമൂവ് ചെയ്യാൻ. ഓക്കെ, എന്താണ് വീഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ പ്ലാന്റിന്റെ കൂടെ വളരുന്ന, അതിന്റെ അതേ സമയം അതിനോടൊപ്പം വളരുന്ന അൺഡിസൈറബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വീഡ്സ്. ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അവര് നമുക്ക് ഏതാണോ വേണ്ട പ്രൊഡക്റ്റ്, നമ്മൾ വളർത്തുന്ന ക്രോപ്പ് ഏതാണോ അതാണ് നമുക്ക് വേണ്ടത് ആണല്ലോ. അതിന്റെ കൂടെ ശല്യം പോലെ വളരുന്ന ചെടികളാണ് വീഡ്സ്. മലയാളത്തില് കള എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിനെ കളയാനും വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പ്ലവ് യൂസ് ചെയ്യുന്നുണ്ട്. കിട്ടിയോ? ഇതാണ് ആദ്യത്തെ അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ അതിന്റെ പാർട്സ് ഏതൊക്കെയായിരുന്നു? പ്ലവ് ഷാഫ്റ്റും പ്ലവ് ഷെയറും. സിമ്പിൾ അല്ലേ? ഇനി അടുത്തതാണ് HOE. ഹോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ വീട്ടിലൊക്കെ ഉള്ളതാണ് കൈക്കോട്ട്. കണ്ടിട്ടില്ലേ കൈക്കോട്ടിന്റെ പ്രത്യേകത എന്താ? അതിനൊരു മരത്തിന്റെ തടിയായിരിക്കും, മരത്തടി ആണല്ലേ അതിന്റെ ഹാൻഡിലായിട്ട് ഉണ്ടാവുക. നമ്മൾ അത് വെച്ചിട്ട് ഇങ്ങനെ കിളക്കില്ലേ, അതിന്റെ ആ ഒരു കിളക്കുന്ന പോർഷൻ, ആ ഒരു ബ്ലേഡ് പോർഷൻ എന്താ, നല്ല സ്ട്രോങ് അല്ലേ? അതിങ്ങനെ കുറച്ച് ചെരിഞ്ഞിട്ടാവൂലേ ഉണ്ടാവുക, ബെൻഡ് ആയിട്ടാവും ഉണ്ടാവുക. മാത്രമല്ല അത് ഭയങ്കര ഫ്ലാറ്റ് അല്ലേ, നല്ല ബ്രോഡ് അല്ലേ ആ ഒരു പോർഷൻ, ആ ഒരു ബ്ലേഡ് പോർഷന്. അത് അയേൺ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക അല്ലേ? അയേൺ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭയങ്കര ബ്രോഡ് ആയിട്ടുള്ള ബെൻഡ് ആയിട്ടുള്ള പോർഷൻ ആണ് അതിനൊന്നുള്ളത്. പിന്നെ അതിനെ പിടിക്കുന്ന വുഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹാൻഡിലും ഉണ്ടായിരിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ ആ വുഡൻ ഹാൻഡിലിന് പകരം ഇപ്പൊ അയേൺ വെച്ചിട്ടുള്ള ഹാൻഡില് കാണുന്നുണ്ട്. ഓക്കെ, ചിലയിടത്തൊക്കെ ഇപ്പൊ അത് ആ വുഡൻ ഹാൻഡിൽ മാറി അയേൺ ഹാൻഡിലായി. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഹോ. ഇതിനകത്ത് ഇത്രേ നമുക്ക് പഠിക്കാനുള്ളൂ. ഹോയുടെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹോയുടെ ഫംഗ്ഷനും എന്ത് തന്നെയാണ്? സോയിൽ എന്ത് ചെയ്യുക, ലൂസൺ ചെയ്യുക, വീഡ്സിനൊക്കെ റിമൂവ് ചെയ്യുക. നമ്മള് വീഡ്സിനൊക്കെ ഇങ്ങനെ കിളച്ചിട്ട് റിമൂവ് ചെയ്യില്ലേ? വേണ്ടാത്ത ചെടികളൊക്കെ നമ്മള് കിളച്ച് റിമൂവ് ചെയ്യില്ലേ? ഇപ്പൊ നമ്മള് പരിസ്ഥിതി ദിനത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് അല്ലെ? ആവശ്യമില്ലാത്തതിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്യും. പിന്നെ ഒരുപാട് ചെടികളെ നടും. അതിനൊക്കെ നമ്മൾ കൈക്കോട്ടല്ലേ യൂസ് ചെയ്യുക. അതാണ് ഹോ. അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആയോ? ഇതിനകത്ത് പ്ലവ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ട് ഫാമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ് ആണ്. പണ്ട് കാലം മുതൽക്കേ യൂസ് ചെയ്ത് വരുന്നതാണ്. ഇപ്പൊ അങ്ങനെ പ്ലവ് ഒന്നും എവിടെയും കാണുന്നില്ല. കിട്ടിയോ? ഹോ പക്ഷെ എന്നാലും ഇപ്പൊ ഒരുപാട് സ്ഥലത്തൊക്കെ ഹോ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഈ കലപ്പ എന്ന് പറയുന്ന സാധനം, പ്ലവ് എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് റീപ്ലേസ് ചെയ്ത് പോയിട്ടുണ്ട്. എന്ത് വെച്ചാ റീപ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നറിയോ? അതാണ് നമ്മുടെ അടുത്ത അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ് ആയിട്ടുള്ള കൾട്ടിവേറ്റർ.
കൾട്ടിവേറ്റർ എന്ന് പറഞ്ഞാലേ നമ്മുടെ ട്രാക്ടർ ഇല്ലേ, ഈ ട്രാക്ടറിന്റെ ഒരറ്റത്ത് കൾട്ടിവേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപകരണം, ഒരു ചീർപ്പ് പോലത്തെ വലിയ അയേണിന്റെ ചീർപ്പ് പോലത്തെ ഒരു ഉപകരണം ഘടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ട്രാക്ടർ അലോങ് വിത്ത് ദാറ്റ് ടൂൾ, അതിനെയാണ് നമ്മൾ കൾട്ടിവേറ്റർ എന്ന് പറയാം. എന്നിട്ട് ആ ട്രാക്ടറിൽ ഒരു ഡ്രൈവർ ഇരുന്നിട്ടാണ് ഈ കൾട്ടിവേറ്റർ ഓപ്പറേറ്റ് ചെയ്യുക. ഡ്രൈവർ ട്രാക്ടർ ഓടിക്കുമ്പോൾ ഡ്രൈവർ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ കൾട്ടിവേറ്റർ ഇങ്ങനെ പിന്നിൽ നിന്ന് ഈ സോയിലിനെല്ലാം നന്നായിട്ട് ലൂസനിങ്ങും ടേണിങ്ങും ഒക്കെ ചെയ്യും. മനസ്സിലായോ? അത്രയേ ഉള്ളൂ കൾട്ടിവേറ്റർ. കൾട്ടിവേറ്റർ ആണ് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാ? ഇത് പെട്ടെന്ന് പണി തീർക്കും. പ്ലൗ ഒക്കെ വെച്ച് നമ്മള് ആ കാളയും നമ്മളും നടന്ന്, പിന്നെ നമുക്കൊന്ന് ക്ഷീണം വരുമ്പോ നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ നടന്നൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം എടുക്കില്ലേ? പക്ഷെ കൾട്ടിവേറ്റർ എന്താ, മോഡേൺ ടെക്നോളജിയാണ്. അത് ഒരുപാട് സമയവും ലേബറും എല്ലാം സേവ് ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ കൾട്ടിവേറ്റർ ആണ് ഇപ്പൊ റീസെന്റ് ടൈംസിൽ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് മൂന്നുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ്. ഇത് മൂന്നും വന്നത് ഏതിന്റെ കീഴിലായിരുന്നു? നമ്മുടെ ആദ്യത്തെ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഓഫ് സോയിൽ, അതിലല്ലേ വന്നത്. ഇത്രയേ ഉള്ളൂ അഗ്രികൾച്ചറൽ പ്രിപ്പറേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ്, പ്രിപ്പറേഷൻ ഓഫ് സോയിൽ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പാണ് സോയിങ്. സോയിങ് എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് വിതയ്ക്കാം. വിത്ത് വിതയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നല്ല വിത്തിനെ സെലക്ട് ചെയ്യാൻ. ഗുഡ് സീഡ് ആവണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, എങ്കിലേ നമുക്ക് നല്ല ക്രോപ്പ് പ്രൊഡക്ഷനും ക്രോപ്പ് ഈൽഡും കിട്ടുള്ളൂ. എങ്ങനെ നമ്മളൊരു ഗുഡ് സീഡിനെ സെലക്ട് ചെയ്യാം? അത് എളുപ്പമാണ്. ഇപ്പൊ നമ്മള് കുറച്ച് സീഡ് എടുക്കുക, വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല സീഡാണെങ്കിൽ സിങ്ക് ചെയ്യും, മോശം സീഡാണെങ്കിൽ ഫ്ലോട്ട് ചെയ്യും. നിങ്ങൾ കിച്ചണിൽ നിങ്ങൾ അമ്മമാര് ചെയ്യുന്നത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ കടലക്കറി വേണമെന്നുണ്ടെങ്കിൽ അവര് ഓവർനൈറ്റ് തലേന്ന് എന്ത് ചെയ്യും, കടലെടുത്ത് വെള്ളത്തിലിടും. അവർ വെള്ളത്തിലിടുമ്പോൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, കാണാത്തവര് എന്താ ഉണ്ടാവുകയെന്നറിയോ? മോശം കടലകളൊക്കെ മുകളിൽ വന്ന് കിടക്കും. അതായത് പൊള്ളയായിട്ടുള്ള, ഉള്ളിനകത്ത് ഒരു കണ്ടന്റും ഇല്ലാത്ത പുഴുക്കുത്തൊക്കെ ഉള്ള കടലകൾ എന്ത് ചെയ്യും, മുകളിൽ വന്ന് കിടക്കും. നല്ല ക്വാളിറ്റിയുള്ള കടലകളൊക്കെ താഴെ സെറ്റിൽ ചെയ്യും. അങ്ങനെ നമുക്ക് സീഡിനെ, ഗുഡ് സീഡിനെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇനി ആ സീഡിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സോ ചെയ്യാം, നമുക്ക് വിതയ്ക്കാം. അങ്ങനെ വിതയ്ക്കാനായിട്ടുള്ള മെത്തേഡുകൾ നമുക്ക് ട്രഡീഷണൽ മെത്തേഡും ഉണ്ട്, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡും ഉണ്ട്. എന്താണെന്ന് കണ്ടു നോക്കാം. ഓക്കെ, ആദ്യത്തെ ടൂളാണ്, അത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ടൂളാണ്. അതെന്ന് പറയുമ്പോൾ ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ആ ടൂളിനുള്ളത്. അതിനകത്തുണ്ടല്ലോ സീഡ്സിന് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഫണൽ ഷേപ്ഡ് ആണ്, ഇങ്ങനെ ഒരു ഫണല് പോലെ. എന്നിട്ട് ഈ ഫണലിന്റെ അകത്തുണ്ടല്ലോ 2-3 പൈപ്പുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഈ പൈപ്പുകളുടെ എൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പാണ്. നമ്മൾ ഇതിനകത്ത് സീഡ്സിന് ഇട്ട് കൊടുക്കും. സീഡ്സിന് ഇട്ട് കൊടുത്താൽ എന്താ ഉണ്ടാവുക, ആ സീഡ്സ് എല്ലാം ഈ പൈപ്പിലൂടെ ഇറങ്ങിച്ചെന്ന് മണ്ണിലെത്തും. മണ്ണിലെത്തിക്കഴിഞ്ഞാല് ഈ പൈപ്പിന്റെ എൻഡ് ഭയങ്കര ഷാർപ്പാണെന്ന് പറഞ്ഞല്ലോ, ഈ പൈപ്പ് ഭയങ്കര ഫോഴ്സിൽ, ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യും, മണ്ണിൽ നന്നായിട്ട് പിയേഴ്സ് ചെയ്ത് പോകും. നന്നായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ തുളഞ്ഞു പോകും മണ്ണില്. അപ്പോ നന്നായിട്ട് കുഴി എടുക്കപ്പെടും. അവിടെ നന്നായിട്ടുള്ള ഒരു വലിയ ആഴത്തിലുള്ള കുഴി വരും. ആ കുഴിയിലോട്ട് എന്ത് ചെയ്യും, ഈ സീഡ്സ് ഇറങ്ങിപ്പോകും. ഓക്കെ, അങ്ങനെയാണ് ട്രഡീഷണൽ ടൂള് ഉപയോഗിച്ചിരുന്നത്. അതായത് ഒരു ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. അതിനകത്ത് എന്തുണ്ടാവും, 2-3 പൈപ്പ് ഉണ്ടായിരിക്കും. ഈ പൈപ്പിലൂടെ എന്ത് ചെയ്യും, നമ്മൾ ഇടുന്ന സീഡുകൾ ഭൂമിയിലെത്തും. മാത്രമല്ല ഈ പൈപ്പിന്റെ അറ്റം ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങനെ അവിടെ ഈ മണ്ണില് ഈ പൈപ്പ് വെച്ചിട്ട് നന്നായിട്ട് പിയേഴ്സ് ചെയ്യാണ് ചെയ്യുക ഫാമേഴ്സ്. അപ്പോ സീഡ്സ് എല്ലാം എന്ത് ചെയ്യും, അങ്ങനെ മണ്ണിലെത്തും. അതായിരുന്നു സോ ചെയ്യാനുള്ള ട്രഡീഷണൽ ടൂള്. ഇപ്പൊ ആ ടൂളൊന്നും ഇല്ല. ഈ ട്രഡീഷണൽ ടൂൾ ഉണ്ടല്ലോ, നമ്മൾ പ്ലവിന്റെ പിന്നിലായിട്ട്, നമ്മുടെ കാളകളെ വെച്ച് തന്നെ പ്ലവിന്റെ പിന്നിലായിട്ട് ഘടിപ്പിച്ചിട്ട് അങ്ങനെ ഫാമേഴ്സ് സോ ചെയ്തിരുന്നു. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള പടത്തിൽ അങ്ങനത്തെ ഒരു പിക്ചറാണ് ഉള്ളത്. ഇനി ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് സീഡ് ഡ്രിൽ എന്ന് പറഞ്ഞിട്ടുള്ള റീസെന്റ് ടെക്നിക്കാണ്. സീഡ് ഡ്രിൽ, അതിന്റെ പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട്. സീഡ് ഡ്രിൽ എന്താന്ന് വെച്ചാല് യൂണിഫോം ആയിട്ടുള്ള ഡിസ്റ്റൻസിലും ഡെപ്തിലുമാണ് സീഡ്സ് സോ ചെയ്യുക. യൂണിഫോം ആയിട്ടുള്ള ഡിസ്റ്റൻസിലും ഡെപ്തിലുമാണ് സീഡ്സ് എന്ത് ചെയ്യുക, ഗ്രോ ചെയ്യുക. മാത്രമല്ല സീഡ്സ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് മണ്ണ് വെച്ച് കവർ ആവുകയും ചെയ്യുന്നുണ്ട്. അവര് തന്നെ ആ ഇൻസ്ട്രുമെന്റ് തന്നെ എന്ത് ചെയ്യും, മണ്ണ് വെച്ച് സീഡ് ഇട്ട പോർഷനിൽ മണ്ണ് വെച്ചിട്ട് എന്ത് ചെയ്യും, മൂടും. പക്ഷെ ട്രഡീഷണൽ ടൂളിൽ അങ്ങനെയല്ല, നമ്മൾ പിന്നെ മണ്ണ് വെച്ച് മൂടണം. പക്ഷെ സീഡ് ഡ്രില്ലിലാണെന്നുണ്ടെങ്കിലോ, സീഡ് ഡ്രിൽ നല്ല മെഷീൻ തന്നെ എന്ത് ചെയ്യും, മണ്ണ് വെച്ച് മൂടും.
അപ്പൊ അങ്ങനെ മണ്ണ് വെച്ച് മൂടിക്കഴിയുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? മറ്റ് ജീവജാലങ്ങളൊന്നും വന്നു, മറ്റ് ഓർഗാനിസംസ്, ഇപ്പൊ ബേർഡ്സ് ഒന്നും വന്നിട്ട് ആ സീഡ് കഴിക്കില്ല, ഇല്ലല്ലോ. അപ്പൊ ക്വിക്കായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സോയിലിന്റെ കവറിങ്ങും അതിന്റെ കൂടെ തന്നെ സീഡിനെ ഡിസ്പേഴ്സ് ചെയ്യുന്നതോടുകൂടെ സോയിലിന്റെ കവറിങ്ങും നടക്കുന്നുണ്ട്. അതാണ് സീഡ് ഡ്രില്ലിന്റെ ഒരു മെറിറ്റ് എന്ന് പറഞ്ഞാല്. മാത്രമല്ല ഈക്വൽ ഡിസ്റ്റൻസിലും ഡെപ്തിലുമാണ് സീഡ്സ് സോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസ്, ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് സീഡ്സ് ഗ്രോ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാല് ആ പ്ലാന്റുകൾ പിന്നീട് വളരുമ്പോഴുള്ള ഒരു ഓവർ ക്രൗഡിങ്ങിനെ അത് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും. കാരണം പ്ലാന്റ്സ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ ഓരോ പ്ലാന്റിനും, ഓരോ ഇൻഡിവിജ്വൽ പ്ലാന്റിനും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും സൺലൈറ്റും വാട്ടറും ഒന്നും അതിന് കിട്ടില്ല. അതായത് അവർ തമ്മിലൊരു മത്സരമാവും. അപ്പൊ നമുക്കുള്ള ക്രോപ്പ് ഈൽഡും എന്ത് ചെയ്യും, കുറയും. മറിച്ച് അവർ തമ്മിൽ നല്ല ഡിസ്റ്റൻസിലാണ് വളരുന്നത്, അതായത് ഒരാൾക്ക് ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ആ പ്ലാന്റ് വളരുന്നത് എന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും സൺലൈറ്റും വാട്ടറും എല്ലാം കിട്ടുകയും ചെയ്യും, നല്ല ക്രോപ്പ് ഈൽഡ് കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? ഇതാണ് സീഡ് ഡ്രില്ലിന്റെ ഒരു ഗുണം. അവർ ഓവർ ക്രൗഡിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ ചെടികൾക്ക് സുഖമായി നല്ല ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, വളരാം. മനസ്സിലായോ? ഈ രണ്ട് മെത്തേഡുകളിലൂടെയാണ് സോയിങ് എന്നുള്ള ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ എന്ത് ചെയ്തു, സോയിലിനെ പ്രിപ്പയർ ചെയ്തു. അല്ലേ? ഇനിയോ ആ പ്രിപ്പയർ ചെയ്ത സോയിൽ ഇപ്പൊ നന്നായി ലൂസായി ടേൺ ആയി കിടക്കുകയാണ്. അതിനകത്ത് ഇപ്പൊ നമ്മൾ വിത്തിട്ട് കുഴിയൊക്കെ നമ്മൾ മൂടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് മാനൂറിനെയും ഫെർട്ടിലൈസേഴ്സിനെയും ആഡ് ചെയ്ത് കൊടുക്കണം. എന്തിനാ അവർ ആഡ് ചെയ്യുന്നേ? ടീച്ചർ ആദ്യം പറഞ്ഞു അല്ലെ, സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞേ? ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാല് കെമിക്കൽസിന്റെ രൂപത്തിലുള്ള ന്യൂട്രിയൻസ് ആണ്. അവര് സോയിലിന്റെ ഫെർട്ടിലിറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ സോയിലിന്റെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം? നമുക്ക് നന്നായിട്ട് ക്രോപ്പ് പ്രൊഡക്ഷൻ കിട്ടും, നല്ല ക്രോപ്പ് ഈൽഡ് കിട്ടും. ആണല്ലോ. മാനൂർ എന്ന് പറഞ്ഞാലോ അവരും എന്ത് തന്നെയാണ്, ന്യൂട്രിയൻസ് തന്നെയാണ്. അവർ ആഡ് ചെയ്ത് കൊടുത്താലും നമുക്ക് നല്ല ക്രോപ്പ് ഈൽഡ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആ സ്റ്റെപ്പ് കണ്ടാലോ. ഇപ്പൊ നമ്മള് 2 സ്റ്റെപ്പുകൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് തേർഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആയിട്ടുള്ള ആഡിങ് മാനൂർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, അതാണ്. ഓക്കെ, നമുക്കിനി അത് കാണാം. ഓക്കെ, അപ്പൊ ഇനി നമ്മള് മാനൂറും ഫെർട്ടിലൈസേഴ്സും ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. എന്താണ് അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ? ഇപ്പോ ഒരു പാടത്ത്, ഒരു ഫീൽഡില് ഒരു ഫാർമർ ഒരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്തു. പിന്നെ ആ ക്രോപ്പിൽ നിന്ന് ഈൽഡ് എടുത്തതിന് ശേഷം അദ്ദേഹം വീണ്ടും അവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്യാണ്, കണ്ടിന്യൂസ് ആയിട്ട്, ഒരു ബ്രേക്കും കൊടുക്കാതെ വീണ്ടും അവിടെ കൾട്ടിവേറ്റ് ചെയ്യാണ്. അപ്പൊ ഓൾറെഡി ആദ്യം കൾട്ടിവേറ്റ് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ന്യൂട്രിയൻസ് ഒക്കെ ആ ക്രോപ്സ് എടുത്തിട്ടുണ്ട്. ഇനി ആ സോയിലിൽ ന്യൂട്രിയന്റിന്റെ കണ്ടന്റ് എന്തായിരിക്കും, കുറഞ്ഞിട്ടുണ്ടാവും അല്ലെ. ആ ഒരു പാടത്ത് നമ്മൾ വീണ്ടും കൊണ്ടുപോയി കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ പുതിയ ക്രോപ്സിന് അവിടെ എടുക്കാൻ ന്യൂട്രിയൻസ് ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താ? വേണ്ട എല്ലാ ന്യൂട്രിയൻസിനെയും ആദ്യം കൾട്ടിവേറ്റ് ചെയ്ത ക്രോപ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് അവർ എന്ത് പ്രൊവൈഡ് ചെയ്തത്? നല്ല ക്രോപ്പ് ഈൽഡ് ഫാർമറിന് ഫസ്റ്റത്തേൽ പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ ഇനി രണ്ടാമതും കണ്ടിന്യൂസ് ആയിട്ട് ഫാർമർ വീണ്ടും അവിടെ ക്രോപ്സിനെ വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഫാർമറിന് ക്രോപ്പ് ഈൽഡ് കിട്ടാനുള്ള, നല്ല ഹെൽത്തി ഗ്രോത്ത് ഉള്ള പ്ലാന്റ്സ് കിട്ടാനുള്ള, ക്രോപ്സ് കിട്ടാനുള്ള ചാൻസ് എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ. അതുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, കൾട്ടിവേഷൻ നടത്തുമ്പോൾ ആ സോയിലിലുള്ള ന്യൂട്രിയൻസിന്റെ അളവ് എന്ത് ചെയ്യും, നന്നായി കുറയും. അപ്പൊ നമ്മളൊരു ബ്രേക്ക് ഇട്ടിട്ട് വളർത്തണം എന്ന് പറയും. അല്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ കൾട്ടിവേഷൻ കഴിഞ്ഞ് ആ ക്രോപ്പ് ലാൻഡിനെ എന്ത് ചെയ്യണം, നന്നായിട്ട് മാനൂറും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ആഡ് ചെയ്തിട്ടൊന്ന് റീപ്ലെനിഷ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോസസ്സാണ് ആഡിങ് മാനൂർ ആൻഡ് ഫെർട്ടിലൈസേഴ്സിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ആ സോയിലിലോട്ട് മാനൂർ ആഡ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്? ന്യൂട്രിയൻസ് വെച്ച് ആ സോയിലിനെ നന്നായിട്ട് റീപ്ലെനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു പ്രോസസ്സാണ് മാനൂറിങ്. മനസ്സിലായോ? ഫീൽഡിലോട്ട് മാനൂർ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് മാനൂറിങ്. എന്തിനു വേണ്ടിയാ? സോയിലിനെ ന്യൂട്രിയൻസ് വെച്ച് നന്നായി റീപ്ലെനിഷ് ചെയ്ത് എടുക്കാൻ. മനസ്സിലായോ? മാനൂർ എന്ന് പറഞ്ഞാല്
പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഒക്കെ വേസ്റ്റിന് ഡീകമ്പോസിഷൻ നടന്ന് കിട്ടുന്ന ഒരു ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഓർഗാനിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് മാനുവർ എന്ന് പറഞ്ഞാല്. അതെങ്ങനെ ഉണ്ടാക്കുക എന്നറിയോ? പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഒക്കെ വേസ്റ്റ് എടുത്ത് ഫാമേഴ്സ് എന്ത് ചെയ്യും? ഒരു കുഴി എടുക്കും. ആ കുഴിയിൽ ഈ വേസ്റ്റ് ഒക്കെ ഇട്ട് മൂടും. അങ്ങനെ ആ കുഴിയിൽ കിടന്ന് എന്ത് ചെയ്യും? ആ കുഴിയിൽ കിടന്ന് ചില മൈക്രോ ഓർഗാനിസത്തിന്റെ ആക്ടിവിറ്റി വഴി ഈ പ്ലാന്റ്സ് ആനിമൽസ് വേസ്റ്റ് അഥവാ ഈ ഓർഗാനിക് വേസ്റ്റ് എന്ത് ചെയ്യും? നന്നായിട്ട് ഡീകമ്പോസ്ഡ് ആവും. ഓക്കെ, അത് നല്ലൊരു വളമാണ് മണ്ണിന്. അപ്പോ അങ്ങനെ ആ മാനുവർ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്നിട്ട് സോയിലിലൊക്കെ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. അപ്പൊ ആ സോയിലിന്റെ ഫെർട്ടിലിറ്റിയും ന്യൂട്രിയൻ കണ്ടന്റും എല്ലാം നന്നായി കൂടും. ഓക്കെ, നിങ്ങൾ 6th സ്റ്റാൻഡേർഡിൽ വേർമി കമ്പോസ്റ്റിംഗ് പഠിച്ചിട്ടുണ്ട്, മണ്ണിര വെച്ചിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെയാണ് എന്ത് മാനുവറിനെ നമ്മൾ ഉണ്ടാക്കുക. മനസ്സിലായോ? ആ മാനുവറിനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ക്രോപ്സിന് കിട്ടുകയും ചെയ്യും, ക്രോപ്പ് ഈൽഡ് നന്നായി കൂടുകയും ചെയ്യും. ഇത് ഒരു മെത്തേഡ്. അടുത്ത മെത്തേഡാണ് ഫെർട്ടിലൈസേഴ്സ്. ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ സോയിലോട്ട് ഇട്ട് കൊടുക്കും. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? നല്ല ക്രോപ്പ് ഈൽഡ് കിട്ടും. പക്ഷെ മാനുവർ ഇട്ട് കൊടുക്കുമ്പോഴും ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കൊടുക്കുമ്പോഴും ഉണ്ടാകുന്ന എഫക്റ്റിന് വ്യത്യാസമുണ്ട്. മാനുവർ എന്ന് പറയുമ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള സംഭവമാണ്, ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. പക്ഷെ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പോൾ കെമിക്കൽ ആണ്, ഇനോർഗാനിക് സോൾട്ടുകളാണ് ഫെർട്ടിലൈസേഴ്സ്. അവർക്ക് നല്ല ഈൽഡ് തരാൻ പറ്റും, പക്ഷെ അതേ സമയം തന്നെ അവര് വാട്ടർ പൊല്യൂഷൻ കോസ് ചെയ്യും. എക്സസീവ് ആയിട്ട് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഫെർട്ടിലൈസേഴ്സ് കെമിക്കലാന്ന് പറഞ്ഞല്ലോ, അത് മണ്ണിലോട്ട് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിളിനെ എന്ത് ചെയ്യും? പൊല്യൂട്ട് ചെയ്യും, കെമിക്കൽ ആയതുകൊണ്ട്. അങ്ങനെ നമുക്ക് വാട്ടർ പൊല്യൂഷൻ എന്ത് ചെയ്യും? അത് കോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ മാത്രമല്ല നന്നായിട്ട് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോയിലിന്റെ ഫെർട്ടിലിറ്റി കുറയാനുള്ള ചാൻസും ഉണ്ട്. സോയിലിന്റെ ഫെർട്ടിലിറ്റി എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾ ആണ് യൂറിയ, പൊട്ടാഷ്, പിന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഈ വളം NPK നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. NPK എന്ന് എഴുതിയിട്ട് വലിയ വലിയ ചാക്കുകളൊക്കെ അഗ്രികൾച്ചറൽ ഫീൽഡ്സിൽ ഇരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ വാങ്ങുന്നുണ്ടാവും NPK. ഇതിനകത്തുള്ള നൈട്രജന് പ്ലാന്റിന്റെ ഗ്രോത്തിന് നല്ല ഇതിനകത്തുള്ള നൈട്രജന് പ്ലാന്റ് ഗ്രോത്തിലോട്ട് നല്ല സംഭാവന ചെയ്യുന്നുണ്ട്. പ്ലാന്റിന്റെ ഗ്രോത്തിന് നല്ലതാണ് നൈട്രജൻ. ഫോസ്ഫറസ് ആണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും ഒക്കെ നല്ലതാണ്. പൊട്ടാസ്യം ആണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് റൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിൽ നല്ല റോള് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഫെർട്ടിലൈസേഴ്സ്. ഇനി ഫെർട്ടിലൈസേഴ്സും മാനൂഴ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. മാനൂഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സോയിലിന്റെ ടെക്സ്ചർ ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും, നല്ല സോയിലാണ് കിട്ടുക. മാത്രമല്ല ആ സോയിലിന്റെ എയർ കണ്ടന്റ് നന്നായിട്ട് കൂടും. അപ്പൊ മൈക്രോബ്സിനൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനകത്ത് ജീവിക്കാനും പറ്റും. നമ്മുടെ സോയിലിന്റെ മൈക്രോബ്സ് അങ്ങനെ റീപ്ലേനിഷ് ചെയ്യും. ഓക്കെ, മാത്രമല്ല സോയിലിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, വെള്ളത്തിൽ ഇങ്ങനെ പിടിച്ചു നിർത്തണം അല്ലെ. നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് അതായത് അത് അടുത്ത സ്റ്റെപ്പാണ് ഇറിഗേഷൻ. നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ഇങ്ങനെ ഊർന്നു പോകാൻ പാടില്ലല്ലോ, ആ മണ്ണിൽ കുറച്ചു നേരം നിൽക്കണ്ടേ, എന്നാലല്ലേ റൂട്ട്സിനൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മാനുവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ സോയിലിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്യും? നന്നായിട്ട് കൂടും. അത് നല്ലതല്ലേ? ഓക്കെ, മാത്രമല്ല അത് സോയിലിന്റെ ടെക്സ്ചറിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും, എയർ കണ്ടന്റിനെ എന്ത് ചെയ്യും? നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇതാണ് മാനുവർ യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ. ഓക്കെ, മാത്രമല്ല അവർ അങ്ങനെ സൈഡ് എഫക്ട് ഒന്നും കോസ് ചെയ്യുന്നില്ല. മനസ്സിലായോ? പക്ഷെ ഫെർട്ടിലൈസേഴ്സ് അങ്ങനെയല്ല. ഫെർട്ടിലൈസേഴ്സിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് ഉണ്ട് ഓഫ് കോഴ്സ്. മാനുവറിനേക്കാളും നന്നായിട്ട് നല്ല സ്പീഡിൽ നമുക്ക് റിസൾട്ട് കിട്ടുക ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ്. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? അവര് പൊല്യൂഷൻ ലീഡ് ചെയ്യുന്നുണ്ട്, പൊല്യൂഷനിലോട്ട് അവര് ലീഡ് ചെയ്യുന്നുണ്ട്, വാട്ടർ പൊല്യൂഷൻ കോസ് ചെയ്യുന്നുണ്ട്. എക്സസീവ് എമൗണ്ടിൽ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്താലുള്ള പ്രശ്നം എന്താണ്? അവര് സോയിലിന്റെ ഫെർട്ടിലിറ്റിനെ എന്ത് ചെയ്യും? കുറയ്ക്കും. മനസ്സിലായോ? ഇനി നമുക്ക് ഡിഫറൻസസ് ആയിട്ട് ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. മാനുവർ ഉണ്ടാക്കുന്നത് എവിടെയാണ്? പാടങ്ങളിൽ, ഫീൽഡിൽ വെച്ചിട്ട് ഫാർമേഴ്സ് ഉണ്ടാക്കുന്നതാണ്, നേച്ചുറൽ ആണ്. എന്നാൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്നത് എവിടെ വെച്ചാണെന്നറിയോ? ഫാക്ടറീസിലാണ്. ഓക്കെ, മാനുവർ എന്ന് പറയുമ്പോൾ നേച്ചുറൽ ആണ് നമ്മൾ പറഞ്ഞു. ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാലോ ഇനോർഗാനിക് ആയിട്ടുള്ള സോൾട്ടുകളാണ്. മനസ്സിലായോ? മാനുവറിന് അങ്ങനെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും എല്ലാം കുറവാണ്. പക്ഷെ ഫെർട്ടിലൈസേഴ്സിന് അങ്ങനെയല്ല. ഫെർട്ടിലൈസേഴ്സിന് കുറച്ച് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കണ്ടല്ലോ.
മാനുവർ നന്നായിട്ട് സോയിലിന്റെ ഫെർട്ടിലിറ്റിനെ കൂട്ടുന്നുണ്ട്. പക്ഷെ ഫെർട്ടിലൈസേഴ്സ് ഒരളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സോയിൽ ഫെർട്ടിലിറ്റിനെ കുറയ്ക്കും. മനസ്സിലായോ? ഇനി ഈ മാനുവറും ഫെർട്ടിലൈസേഴ്സും അല്ലാതെ സോയിലിന്റെ റീപ്ലെനിഷ്മെന്റിൽ റോൾ ഉള്ള ഒരാളാണ് ക്രോപ്പ് റൊട്ടേഷൻ. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് വെച്ചാലേ നമ്മള് ഒരു കൾട്ടിവേഷൻ കഴിഞ്ഞ്, ഒരു ക്രോപ്പിന്റെ കൾട്ടിവേഷൻ കഴിഞ്ഞ് അടുത്തത് വീണ്ടും ആ ക്രോപ്പിനെ തന്നെ കൾട്ടിവേറ്റ് ചെയ്യാതെ മറ്റൊരു ക്രോപ്പിനെ കൾട്ടിവേറ്റ് ചെയ്യാം. അതായത് ആൾട്ടർനേറ്റീവ് ആയിട്ട് മറ്റൊരു ക്രോപ്പിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് ക്രോപ്പ് റൊട്ടേഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ ക്രോപ്പല്ല, ആദ്യം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത ക്രോപ്പല്ല, അടുത്ത ക്രോപ്പാണ് എന്ത് ചെയ്തത്? റൊട്ടേറ്റ് ചെയ്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലേ? ഇവിടെ ക്രോപ്സ് ഒന്ന് റൊട്ടേറ്റ് ആയി. ഇപ്പൊ ആദ്യം നമ്മള് നെൽപ്പാടത്ത് നെല്ല് വിതച്ചു, നമ്മൾ അതൊക്കെ കൊയ്തെടുത്തു. അടുത്തത് നമ്മൾ വിതക്കുന്നത് അല്ലെങ്കിൽ അടുത്തത് നമ്മൾ അവിടെ നടുന്നത് ചിലപ്പോൾ വല്ല പച്ചക്കറി ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ആ പച്ചക്കറി നട്ടു, എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഇല്ലെല്ലാം എടുത്തതിനു ശേഷം വീണ്ടും നമ്മൾ നെല്ല് നടുകയാണ്. അപ്പൊ അവിടെ എന്തായി? ക്രോപ്സ് ഒന്ന് റൊട്ടേറ്റ് ആയില്ലേ? ഇതിനാണ് നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയാം. ഇത് സോയിലിന്റെ ഫെർട്ടിലിറ്റിനെ നന്നായിട്ട് കൂട്ടും. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഫാമേഴ്സ് ക്രോപ്പ് റൊട്ടേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവരെന്താ ചെയ്യാന്നറിയോ? അവര് പാഡിക്ക് ശേഷം അവരെന്ത് ചെയ്യും? അവിടെ പയറില്ലേ, ലെഗ്യൂംസ് അതിനെ വളർത്തും. ഈ പയറിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പയറിന്റെ റൂട്ട് നൊഡ്യൂൾ, ഇതിപ്പോ റൂട്ട് ആണെന്നുണ്ടെങ്കിൽ റൂട്ട് നൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്ന പോർഷൻ ഉണ്ടായിരിക്കും പയർച്ചെടിക്ക്. ഈ റൂട്ട് നൊഡ്യൂളില് റൈസോബിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയ വളരുന്നുണ്ട്. റൈസോബിയം ഈ റൈസോബിയം നന്നായിട്ട് സോയിലില് നൈട്രജനെ ഫിക്സ് ചെയ്യുന്നവരാണ്. സോയിലില് നന്നായിട്ട് എന്തിനെ ഫിക്സ് ചെയ്യും? നൈട്രജനെ ഫിക്സ് ചെയ്യും. നൈട്രജൻ നല്ലതല്ലേ? നേരത്തെ പറഞ്ഞില്ലേ, നൈട്രജൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റിന്റെ ഗ്രോത്ത്, അതിന്റെ കളർ, അതിലൊക്കെ നല്ല റോളുള്ള ആളാണ് നൈട്രജൻ. അപ്പൊ ഈ റൈസോബിയം എന്ത് ചെയ്യും? നൈട്രജനെ ഫിക്സ് ചെയ്യും. റൈസോബിയത്തിന് എന്താണ് റോള്? നൈട്രജൻ ഫിക്സേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ പാഡി കഴിഞ്ഞു കഴിഞ്ഞാല് ലെഗ്യൂം അവിടെ എന്ത് ചെയ്യണം? ക്രോപ്പ് റൊട്ടേഷന്റെ ഭാഗമായിട്ട് ലെഗ്യൂം ആണ് അവിടെ പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ സോയിൽ കണ്ടന്റിലുള്ള നൈട്രജന്റെ അളവ് എന്ത് ചെയ്യും? നന്നായിട്ട് കൂടും. മനസ്സിലായോ? എന്നിട്ട് അവിടെ ആ നൈട്രജൻ റിച്ച് ആയിട്ടുള്ള സോയിലിൽ പിന്നീട് നമ്മൾ പാഡി നടുന്ന സമയത്ത് ആ സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂടിയിട്ടുണ്ടാവും. അത് നല്ലതല്ലേ? അപ്പൊ നല്ല ക്രോപ്പ് ഈൽഡ് കർഷകർക്ക് കിട്ടും. മനസ്സിലായോ? ഇതാണ് മറ്റൊരു മെത്തേഡ്. എന്തിനുള്ള മെത്തേഡാണ്? സോയിൽ ഫെർട്ടിലിറ്റിയുടെ റീപ്ലെനിഷ്മെന്റിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പൊ ഫാക്ടറീസും ഫെർട്ടിലൈസേഴ്സും മാനുവേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു, എന്താണ് ക്രോപ്പ് റൊട്ടേഷൻ എന്നുള്ളത് കണ്ടു. ക്ലിയർ ആയില്ലേ? നമ്മൾ മാനുവർ ആണ് എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ളത്, അത് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ അതിന്റെ റിസൾട്ട് വളരെ കുറവായിരിക്കും. ഒരു വലിയ ഏരിയയിൽ മാനുവർ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? കുറവായിരിക്കും ഫെർട്ടിലൈസേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഫെർട്ടിലൈസേഴ്സ് ആണെന്നുണ്ടെങ്കിലോ ഓവറായിട്ട് നമുക്ക് ആഡ് ചെയ്യാനും പാടില്ല. അത് നമ്മുടെ മണ്ണിനും വെള്ളത്തിനും എല്ലാം കേടാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ രണ്ട് ഡിഫറൻസസും നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ടേബിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, പിന്നെ അതുപോലെ ക്രോപ്പ് റൊട്ടേഷൻ എന്താണെന്നുള്ളത് പഠിക്കാം. ടെക്സ്റ്റിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾ ജസ്റ്റ് കണ്ടന്റ് എടുക്കുക, എന്നിട്ട് ഡെഫിനിഷൻസും കാര്യങ്ങളും ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സിൽ. ഇപ്പൊ നമ്മള് 3 സ്റ്റെപ്പുകളാണ്, ആദ്യത്തെ 3 ആക്ടിവിറ്റീസ് ആണ് പറഞ്ഞത്. സിമ്പിൾ അല്ലേ? ആദ്യം നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് സോയിൽ. അതിനകത്ത് നമ്മൾ എന്താണ് ടില്ലിങ് അല്ലെങ്കിൽ എന്താണ് പ്ലവിങ് എന്നുള്ളത് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സോയിലിനെ നന്നായിട്ട് ലൂസൺ ചെയ്യുക, ടേൺ ചെയ്യുക ബൈ യൂസിങ് പ്ലവ് അല്ലെങ്കിൽ ഹോ അല്ലെങ്കിൽ കൾട്ടിവേറ്റർ. അതായിരുന്നു പ്രിപ്പറേഷൻ ഓഫ് സോയിൽ. അങ്ങനെ നമ്മൾ സോയിലിനെ പ്രിപ്പയർ ചെയ്താൽ അവിടെ നന്നായിട്ട് റൂട്ടിനെല്ലാം പെനിട്രേറ്റ് ചെയ്ത് പോയി ഗ്രോ ചെയ്യാൻ പറ്റും. മൈക്രോബ്സിനൊക്കെ അത് നല്ലതാണ്. സോയിലൊക്കെ നന്നായിട്ട് എയർ കണ്ടന്റ് കൂടും. നമ്മൾ മാനുവർ ആഡ് ചെയ്താലും സോയിലിന്റെ എയർ കണ്ടന്റ് നന്നായിട്ട് കൂടുന്നുണ്ട്. ഓക്കെ, സോയിലിന്റെ എയർ കണ്ടന്റ് നന്നായിട്ട് കൂടെ, സോയിൽ നന്നായിട്ട് ലൂസ് ആയാലും എന്താ സംഭവിക്കുക? ഗ്യാസസ് എക്സ്ചേഞ്ചിനൊക്കെ അത് നല്ലതാണ്. ഒരുപാട് ഗ്യാസസ് വേണ്ടേ പ്ലാന്റ്സിന് വളരാൻ? അപ്പൊ ഗ്യാസസ് എക്സ്ചേഞ്ചിനൊക്കെ നല്ലതാണ് ഇങ്ങനെ മാനുവർ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോയിലിനെ ലൂസൺ ചെയ്യുന്നതും എന്താണ്? നല്ലതാണ്. അതാണ് നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് സോയിലിൽ കണ്ടത്.
ഇനി നമ്മൾ സോയിങ് എന്ന് പറഞ്ഞാൽ വിത്ത് വിതയ്ക്കുക. അപ്പൊ അതിനു വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നല്ല വിത്തിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ വിത്തിനെ എങ്ങനെയാണ് വിതയ്ക്കുന്നത്, അതിനൊരു ട്രഡീഷണൽ മെത്തേഡും ഉണ്ട്, ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള മോഡേൺ മെത്തേഡും നമ്മൾ കണ്ടു. മോഡേൺ മെത്തേഡിന്റെ പേരാണ് എന്ത്, സീഡ് ഡ്രിൽ. ആ ഒരു എക്യുപ്മെന്റ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിതയ്ക്കുന്നത്. ക്ലിയർ ആയോ? പിന്നെ നമ്മൾ മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്താന്ന് കണ്ടു അല്ലെ. മാനുവർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ളതാണ്, ഓർഗാനിക് ആണ്. ഫെർട്ടിലൈസേഴ്സ് പറയുമ്പോൾ ഇൻഓർഗാനിക് ആയിട്ടുള്ള കെമിക്കലുകളാണ്. മാനുവർ ഉണ്ടാക്കുന്നത് പാടങ്ങളിൽ, ഫീൽഡുകളിൽ വെച്ചിട്ട് ഫാർമേഴ്സ് തന്നെയാണ് ഉണ്ടാക്കുക. പക്ഷെ ഫാർമേഴ്സ് ഇങ്ങനെ കുഴിയെടുത്ത് അതിനകത്ത് പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും വേസ്റ്റ് ഇട്ട് മൂടി അങ്ങനെയാണ് മാനുവർ ഉണ്ടാക്കുക. ആ വേസ്റ്റിനെ വന്നിട്ട് മൈക്രോബ്സ് ഡീകമ്പോസ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് മാനുവർ കിട്ടുക. എന്നാൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാലോ, ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാക്ടറീസിൽ ഉണ്ടാക്കുന്നതാണ്, ഇനോർഗാനിക് ആയിട്ട് ഉള്ളവരാണ്, കെമിക്കലുകളാണ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിരുന്നു NPK. അതിൽ നൈട്രജന് പ്ലാന്റിന്റെ ഗ്രോത്തിനും കളറിനും എല്ലാം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിന്റെയും ഒക്കെ ഗ്രോത്തിന് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. പൊട്ടാസ്യം അല്ല, ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിന്റെയും ഫ്ലവേഴ്സിന്റെയും ഗ്രോത്തിന് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. പൊട്ടാസ്യം എന്ന് പറഞ്ഞാലോ സ്ട്രോങ് റൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ നല്ല റോളുള്ള ആളാണ്. ഓക്കെ, എന്നാൽ അതിന്റെ എക്സസീവ് യൂസേജ്, ഫെർട്ടിലൈസേഴ്സിന്റെ എക്സസീവ് യൂസേജ് മണ്ണിനും വെള്ളത്തിനും ഒന്നും നല്ലതല്ല. ഫെർട്ടിലിറ്റിനെ കുറയ്ക്കുകയാണ് എക്സസീവ് ആയിട്ട് യൂസ് ചെയ്താൽ സംഭവിക്കുക. കണ്ടില്ലേ, ഫെർട്ടിലൈസേഴ്സ് എക്സസീവ് ആയിട്ട് യൂസ് ചെയ്താൽ എന്ത് ചെയ്യും, ഫെർട്ടിലിറ്റിനെ കുറയ്ക്കും. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ക്രോപ്പ് റൊട്ടേഷൻ. ഇത് രണ്ടും അല്ലാതെ സോയിലിന്റെ റീപ്ലേനിഷ്മെന്റിന് സഹായിക്കുന്ന അടുത്ത ടെക്നിക്കാണ് ക്രോപ്പ് റൊട്ടേഷൻ. എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് മറ്റൊരു ക്രോപ്പിനെ അവിടെ എന്ത് ചെയ്യുക, കൾട്ടിവേറ്റ് ചെയ്യുക. അപ്പൊ ആ മറ്റൊരു ക്രോപ്പിനെ കൾട്ടിവേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ സോയിൽ കണ്ടന്റ് എങ്ങനെയാണ് കൂടുക എന്നുള്ളത്, നമ്മൾ ഫെർട്ടിലിറ്റി കണ്ടന്റ് സോയിലിൽ എങ്ങനെയാണ് കൂടുക എന്നുള്ളത് നമ്മൾ ലെഗ്യൂംസും പാഡിയും വെച്ചിട്ടാണ് പറഞ്ഞത്. ലെഗ്യൂംസിൽ റൈസോബിയം, ലെഗ്യൂംസിന്റെ റൂട്ട് നൊഡ്യൂളിൽ റൈസോബിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയ ലിവ് ചെയ്യുന്നുണ്ട്. ആ ബാക്ടീരിയക്ക് നൈട്രജൻ ഫിക്സേഷൻ എന്നുള്ള ഒരു കഴിവുണ്ട്. അങ്ങനെ ആ ബാക്ടീരിയ എന്ത് ചെയ്യും, സോയിലിൽ നൈട്രജനെ നന്നായി ഫിക്സ് ചെയ്യും. അത് നമ്മുടെ സോയിലിന്റെ ഫെർട്ടിലിറ്റി കണ്ടന്റ് നന്നായിട്ട് കൂട്ടും. പിന്നെ അടുത്ത സമയത്ത് നമ്മൾ അവിടെ എന്ത് ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ആ സോയിൽ കണ്ടന്റിന്റെ ഫെർട്ടിലിറ്റി നന്നായിട്ട് കൂടുകയും ചെയ്യും, നല്ല ക്രോപ്പ് ഈൽഡ് കിട്ടുകയും ചെയ്യും. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അടുത്ത സ്റ്റെപ്പാണ് ഇറിഗേഷൻ. ഓക്കെ, ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല ക്രോപ്പ് ഈൽഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വാട്ടറിനെ സപ്ലൈ ചെയ്യാം, വാട്ടറിങ് ചെയ്യുക അല്ലെ ക്രോപ്സിന്. അതാണ് ഇറിഗേഷൻ. അത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം കേട്ടോ. ഇത്രയും വരെ ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് വായിച്ചിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നോട്ട് ഡൗൺ ചെയ്യുക. ടെക്സ്റ്റിൽ മൊത്തം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എക്സാമിന് വരില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഡെഫിനിഷൻ പിന്നെ കണ്ടന്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എഴുതാനുള്ളത് ഈ പാഠത്തിലുള്ളൂ. ക്രോപ്പ് റൊട്ടേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ നമ്മുടെ നമുക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ള കാര്യങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കുക, അങ്ങനെ പോയിന്റ്സ് ആക്കിയിട്ട് പഠിച്ചു വെക്കുക. മൊത്തം ടെക്സ്റ്റ് നോട്ട് ആക്കിയിട്ട് എഴുതി വെക്കാതെ ഇരിക്കുക. ഓക്കെ, നന്നായി കണ്ടന്റ് മനസ്സിലാക്കുക, ഡെഫിനിഷൻസ് അണ്ടർലൈൻ ചെയ്തു പോവുക. ആ ഓരോ തവണ നിങ്ങൾ വായിക്കുമ്പോഴും അത് മാത്രം ഫോക്കസ് ചെയ്ത് വായിച്ചു പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.